ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ മുൻ പ്രധാനമന്ത്രി എന്ന് പറയാനാകുമോ എന്തോ, കാരണം അവരെ ഔട്ട്സ് ചെയ്തതാണ്. അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ മകൻ സജീബ് വസേത്ത് അദ്ദേഹം പറയുകയുണ്ടായി, നോക്കുക, ഒരു മുസ്ലിം സ്ത്രീക്ക് രക്ഷപ്പെടാനായിട്ട് 57-ലധികം ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായിട്ടും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പോലും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇന്ത്യയാണ് അവരെ സ്വീകരിക്കാൻ തയ്യാറായത്. തസ്ലീമ നസ്രീൻ്റെ കാര്യം എടുത്തു നോക്കുക. അവർക്ക് കുറേ കാലഘട്ടങ്ങളിൽ സ്വീഡനിലുമൊക്കെ പോകാൻ പറ്റിയെങ്കിലും അവർ പിന്നീട് അവസാനം വീണ്ടും അഭയം തേടിയത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അഭയം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾക്കുള്ളത്. അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിൽ വളരെ രൂക്ഷമായ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മൾ കാണുകയാണ്, ദീപു ചന്ദ്രദാസിനെ പോലെയുള്ള ആളുകളെ പോലീസ് പിടിച്ച് ജനക്കൂട്ടത്തിന് കൊടുത്ത് അവർ തല്ലിച്ചതച്ച് ജീവനോടെ കത്തിക്കുന്നു. അങ്ങനെ ആ സമയത്ത് അല്ലാഹു അക്ബർ വിളിക്കുന്നു. ഇത് കേന്ദ്ര ഗവൺമെൻറ് സൈന്യത്തെ അയച്ച് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അത് തെറ്റാണ്. കാരണം അതൊരു പ്രത്യേക രാജ്യമാണ്, ഒരു സോവറിൻ കൺട്രിയാണ്, പരമാധികാര രാജ്യമാണ്. അവിടെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടത്. അങ്ങനെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാൽ സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമല്ല അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കൾ സംഘടിച്ച് ഇതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അതിന് കുറേയധികം ബലി കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ പോരാട്ടം മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അല്ല, സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ സംഘടിച്ച് തീർച്ചയായിട്ടും കൊല്ലാൻ വരുന്നവരെ നന്നായിട്ട് തിരിച്ചടിക്കാൻ തയ്യാറാവുക. അത് വാളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയുധങ്ങളുമായിട്ട് വരുന്നവരെ 10 പേര് 100 പേര് വരികയാണെങ്കിൽ 10 പേരെയെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൽക്കത്തയിലുമൊക്കെ 1947-48 കാലഘട്ടത്തിൽ കണ്ടതാണ്. അങ്ങനെ തിരിച്ചടി കൊടുക്കുമ്പോൾ എല്ലാം അവർ തിരിഞ്ഞോടിയിരുന്നു. അതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയതും ഹിന്ദുക്കളെ കൊണ്ട് ആയുധങ്ങൾ താഴെയിടിച്ചതും. അതിൻ്റെ വലിയ ദുഷ്ടഫലങ്ങൾ അനുഭവിച്ചവരാണവർ. അതുകൊണ്ട് എന്താണ് വേണ്ടത് ബംഗ്ലാദേശിൽ? ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ ആത്മവീര്യം ഉയർത്തുകയും അവർക്ക് കഴിയുന്നത്ര സഹായം എത്തിക്കാൻ നമ്മൾക്ക് ശ്രമിക്കുകയും ചെയ്യുക. അവർ പൊരുതി നിൽക്കണം. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനുശേഷം ഒരു റെസ്പോൺസിബിൾ സർക്കാർ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. ആ റെസ്പോൺസിബിൾ സർക്കാരിനോട് പറഞ്ഞാലല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ നടത്തുന്നത് തെറ്റായ ഒരു കാര്യമായിരിക്കും. കാരണം അന്തർദേശീയ സമൂഹം, അതിൽ പലരും ഡീപ്പ് സ്റ്റേറ്റ് എല്ലാം ഇന്ത്യയെ ഉന്നം വെച്ചാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബംഗ്ലാദേശിനെ ശിഥിലമാക്കുകയും അതിനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരരൂപമാക്കുകയും അല്ല അവരുടെ പ്രധാന ഉദ്ദേശം. ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യ അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ കുറേയധികം നടപടികൾ എടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. അതിനുവേണ്ടി കൂടിയാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിനൊന്നും ഒരു പ്രതിഷേധവും ഉയർത്താത്ത കോൺഗ്രസ് CPM വിഭാഗങ്ങളെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ തിരുപ്പുറം കുണ്ടറത്തിൻ്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അതിൽ ഒരു കാര്യവും പറയാത്ത ഈ പറയുന്ന മതേതരവാദികൾ എന്ന് അഭിനയിക്കുന്ന കോൺഗ്രസ് CPM പാർട്ടികളെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ, ഹിന്ദുക്കളുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അതുപോലെ പലസ്തീനിലും മറ്റ് സ്ഥലങ്ങളിലും ഒരു വിഭാഗക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രം ജാഥകളും മറ്റും സംഘടിപ്പിക്കുന്ന ആ എല്ലാ വിഭാഗങ്ങളെയും കാണിച്ചു കൊടുക്കുക. ബംഗ്ലാദേശിൽ ഈ പ്രശ്നങ്ങൾ, ഈ ക്രൂരതകൾ ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദരാകുന്നു? അത് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ മേലിൽ സമ്മർദ്ദം ചെലുത്തി ഒരു സൈനിക നടപടിക്ക് മുതിരണമെന്ന് ആവശ്യപ്പെടുകയല്ല വേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയെ ട്രാപ്പിൽ വീഴിക്കാനുള്ള ഒരു പരിപാടിയാണ് ഡീപ്പ് സ്റ്റേറ്റിൻ്റേത്. അതുപോലെ കേരളത്തിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ
ഒരു സ്ഥലത്ത്, അതായത് പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു കരോൾ അതിനെ ആരോ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ആ ക്ഷേത്രത്തിൽ ഇനി പാട്ട് വയ്ക്കരുതെന്ന് പറഞ്ഞ UDF കോൺഗ്രസ് കൊടികളുമായിട്ട് ചെന്ന് പറഞ്ഞവരെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇതെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക വളരെ അത്യാവശ്യമാണ്. അതാണ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാനുള്ള ഒരു ചുമതല നമുക്ക് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ നടന്നാൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും അവർക്ക് ചെറുത്തുനിൽപ്പിനുള്ള സഹായങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നടപടികൾ എടുക്കണം. അങ്ങനെ അവരെ ശക്തരാക്കണം. ആ ശക്തിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്.